നമസ്കാരം. തൃശൂരിന്റെ വിസ്മയമായ പുത്തൻപള്ളിയുടെ വിശേഷങ്ങളും ചരിത്രങ്ങളുമൊക്കെയാണ് വീഡിയോയിൽ. വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. തൃശൂർ നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന സീറോ മലബാർ കത്തോലിക്ക ദേവാലയമാണ് പുത്തൻപള്ളി എന്നറിയപ്പെടുന്ന വ്യാകുല മാതാവിന്റെ ബസിലിക്ക. ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ദേവാലയമാണിത്. ഗോത്തിക് വാസ്തുശൈലിയിൽ പണിതീർത്തിട്ടുള്ള ഈ ദേവാലയത്തിന്റെ ആകെ വിസ്തീർണം 25,000 ചതുരശ്ര അടിയാണ്. ഉയരത്തിൽ ഇന്ത്യയിൽ ഒന്നാമതും ഏഷ്യയിൽ മൂന്നാമതുമാണ് ഈ പള്ളി. 146 അടി വീതം ഉയരമുള്ള 2 മണിഗോപുരങ്ങളും 260 അടി ഉയരമുള്ള ബൈബിൾ ടവറും ചേർന്നതാണ് ഈ പള്ളിയുടെ ഘടന. ഇന്ത്യയിലെത്തിയ സെന്റ് തോമസ് അന്നത്തെ പ്രധാന തുറമുഖമായ കൊടുങ്ങല്ലൂരിൽ വന്നിറങ്ങി. 1814 കൊടുങ്ങല്ലൂർ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പും ഗവർണറുമായ ഡൊമിനിക്കോസ് അവർ ലേഡി ഓഫ് ഡോളേഴ്സിന്റെ നാമത്തിൽ തൃശൂർ പുത്തൻപള്ളി പണിയാൻ അനുമതിയും അനുഗ്രഹവും നൽകി. തുറന്ന സമയം മുതൽ 1838 വരെ ഈ പള്ളി കൊടുങ്ങല്ലൂർ അതിരൂപതയുടെ അധികാര പരിധിയിലായിരുന്നു. 1838 ഏപ്രിൽ 24 ഗ്രിഗറി 16 മാർപ്പാപ്പ മൾട്ട പ്രക്ലറ എന്ന ഒരു പ്രഖ്യാപനം പുറപ്പെടുവിച്ചു. അതിലൂടെ കൊടുങ്ങല്ലൂർ രൂപത ഇല്ലാതായി. തൽഫലമായി അവർ ലേഡി ഓഫ് ഡോളേഴ്സ് പള്ളി വരാപ്പുഴ ബിഷപ്പിന്റെ അധികാരത്തിന് കീഴിലായി. അത് 1861 വരെ തുടർന്നു. 1874 കൽദായ പാത്രിയാർക്കീസ് ജോസഫ് ഔദോ സീറോ മലബാർ കത്തോലിക്കരെ തന്റെ അധികാരത്തിന് കീഴിലാക്കാൻ പയസ് 9 മാർപ്പാപ്പയ്ക്ക് ഒരു അപേക്ഷ അയച്ചു. 1874 ജൂലൈയിൽ അഖ്രയിലെ ബിഷപ്പ്മാർ ഏലിയാസ് മെല്ലസിനെ ഇന്ത്യയിലേക്ക് അയച്ചു. അദ്ദേഹത്തെ തങ്ങളുടെ ബിഷപ്പായി അംഗീകരിക്കാൻ ഇവർ തയ്യാറായാൽ ഈ സംഘം സീറോ മലബാർ കത്തോലിക്കരിൽ നിന്ന് വേർപെട്ട് കൽദായ സുറിയാനി സഭ രൂപീകരിച്ചു. യഥാർത്ഥ പള്ളി ഈ ഗ്രൂപ്പിലേക്ക് കടന്നുപോകുകയും കൽദായ സുറിയാനി സഭയുടെ കത്തീഡ്രലായി മാറുകയും ചെയ്തു. ഇത് മാർട്ടുമറിയം വലിയ പള്ളി എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. തൽഫലമായി സീറോ മലബാർ കത്തോലിക്കർ പുതിയ പള്ളി പണിയാൻ തീരുമാനിച്ചു. കൊച്ചി മഹാരാജാവ്, മദ്രാസ് ഗവർണർ, വൈസ്രോയി, ബ്രിട്ടീഷ് ചക്രവർത്തി എന്നിവർക്ക് അനുമതി തേടി അപേക്ഷകൾ അയച്ചു. ഒടുവിൽ 1925 ഒക്ടോബർ 8 കൊച്ചി മഹാരാജാവായിരുന്ന രാമവർമ്മയുടെ കൽപ്പന പ്രകാരം കോട്ട നഗരമായ തൃശൂർ പരിസരത്ത് ഒരു പുതിയ പള്ളി പണിയാൻ രാജകീയമായ അനുമതി ലഭിച്ചു. അങ്ങനെ ഉയർത്തപ്പെട്ട മനോഹരമായ പള്ളിയിൽ ബൈബിളിലെ രംഗങ്ങളുടെയും വിശുദ്ധരുടെ ചിത്രങ്ങളുടെയും ശ്രദ്ധേയമായ ചിത്രീകരണത്തിന് പുറമെ ചുവർ ചിത്രങ്ങളുടെ മനോഹരമായ ശേഖരങ്ങളുമുണ്ട്. തൃശൂർ നഗരത്തിന്റെ വികസനത്തിന് ക്രൈസ്തവ ജനങ്ങളുടെ പങ്കാളിത്തം അനിവാര്യമാണെന്ന് മനസ്സിലാക്കിയ ശക്തൻ തമ്പുരാൻ അരണാട്ടുകര, ഒള്ളൂർ, കൊട്ടേക്കാട് തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്ന് 52 സിറിയൻ ക്രിസ്ത്യൻ കുടുംബങ്ങളെ നഗരത്തിൽ കൊണ്ടുവന്ന് പുനരധിവസിപ്പിക്കുകയുണ്ടായി. അതേസമയം നഗരത്തിൽ ക്രിസ്ത്യൻ പള്ളികൾ ഉണ്ടായിരുന്നില്ല. ക്രിസ്ത്യൻ കുടുംബങ്ങളുടെ വൈഷമ്യങ്ങൾ മനസ്സിലാക്കിയ മഹാരാജാവ് ഉടനെ തന്നെ നഗരത്തിൽ ഒരു പള്ളി പണിയാനുള്ള അനുമതി നൽകി. 1814 കൊടുങ്ങല്ലൂർ അതിരൂപത ബിഷപ്പ് പള്ളിയുടെ നിർമ്മാണത്തിന് അനുമതിയും ആശീർവാദവും നൽകി. 1814 1838 കാലയളവിൽ പള്ളി കൊടുങ്ങല്ലൂർ അതിരൂപതയുടെ അധികാര പരിധിയിലായിരുന്നു.